മനുഷ്യരുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രസ്തുത തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയാണ് ആ 8 ലക്ഷ്യങ്ങൾ. പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സമഗ്രമായ വളർച്ച കൈവരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു രാഷ്ട്ര മീമാംസകനും തള്ളിക്കളയാനാവാത്ത സാർവകാലികവും സാർവജനീനവും സാർവലൗകികവുമായ ലക്ഷ്യങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ വളർച്ചയ്ക്ക് പ്രഥമവും പ്രധാനവുമായി വേണ്ടത് വിദ്യാഭ്യാസമാണ്. ഭൗതികമായ പുരോഗതിയും ആധ്യാത്മികമായ വളർച്ചയും ഒരുപോലെ കൈവരിക്കുന്നതിന് ഉതകുന്ന ലക്ഷ്യങ്ങളാണിത്. ഗുരുവിന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിൽ ഭൗതികമായ പുരോഗതിയോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയും കൈവരിക്കാൻ ഉതകുന്ന പരാവിദ്യയും അപരാവിദ്യയും ഉൾപ്പെടുത്തി അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഉതകുന്ന തരത്തിൽ ഉള്ള വിദ്യാഭ്യാസമാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യം. ഭൗതികമായ എല്ലാ ശാസ്ത്ര ശാഖകളെക്കുറിച്ചുള്ള അറിവ് നേടുന്നതോടൊപ്പം തന്നെ മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ പരമപുരുഷാർത്ഥം അല്ലെങ്കിൽ മോക്ഷം കൈവരിക്കുന്നത് കൂടി ഈ വിദ്യാഭ്യാസ വീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഏതെല്ലാം വിഷയങ്ങളിലാണ് ജനങ്ങൾ വിദ്യാഭ്യാസം നേടേണ്ടത് എന്നുള്ളത് തുടർന്നു വരുന്ന 7 ലക്ഷ്യങ്ങളിലായി വിശദീകരിക്കുന്നു. അതിൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ശുചിത്വമാണ്. ഗുരുവിന്റെ ശുചിത്വ സങ്കല്പം ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വവും വ്യക്തിനിഷ്ഠവും സാമൂഹികവുമായ ശുചിത്വവും ഉൾപ്പെടുന്ന വിപുലമായ ഒരു ശുചിത്വ സങ്കല്പമാണ്. ആധുനിക ലോകത്ത് മനുഷ്യന് ആരോഗ്യപരമായി ജീവിക്കണമെങ്കിൽ ബാഹ്യമായ ശുചിത്വം പരിപാലിക്കണം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായ ശുചിത്വവും പരിപാലിക്കണം. ബാഹ്യമായ ശുചിത്വം എന്ന് പറയുമ്പോൾ ശുചിത്വം അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഗുരു നിർദ്ദേശം. അപ്പൊ ശുചിത്വപൂർണമായ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ പാകം ചെയ്യപ്പെടുന്ന ആഹാര സാധനം മുതൽ താമസിക്കുന്ന വീടും പരിസരവും നമ്മുടെ ഡ്രസ്സ്, ശരീരം തുടങ്ങിയുള്ളവയുടെയൊക്കെ ശുചിത്വം അതിൽ ഉൾപ്പെടുത്തിക്കും. അപ്പൊ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ശുചിത്വ പരിപാലനം അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് സംഘടനയുടെ ഈശ്വരഭക്തിയുടെ കാര്യത്തിലും പറഞ്ഞത്. ഈശ്വരഭക്തിയുടെ അടിത്തറയിൽ ആധ്യാത്മികതയുടെ ഫൗണ്ടേഷൻ സ്റ്റോണിന് മുകളിലായിരിക്കണം നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കുക. എങ്കിൽ മാത്രമേ അതിന് ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. ഈശ്വരഭക്തി എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണമെന്ന ഗുരുവിന്റെ സന്ദേശം പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ക്ഷേത്ര പ്രതിഷ്ഠകൾ അതോടൊപ്പം തന്നെ സ്തോത്രകൃതികളൊക്കെ രചിച്ചു. ഇതിനെല്ലാം ഉപരിയായി സംഘടന കൊണ്ട് ശക്തരാകാൻ ഉപദേശിച്ചു. ഈ തീർത്ഥാടന ലക്ഷ്യത്തിൽ നാലാമതായി വരുന്നത് സംഘടനാ സന്ദേശം. ഗുരു തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് 1903 മഹത്തായ SNDP യോഗവും 1927 ശ്രീനാരായണ ധർമ്മസംഘം എന്നിവയിലുള്ള ഒരു സന്യാസി സംഘവും രൂപീകരിച്ചു. അതിനെ തുടർന്ന് ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് കൃഷി. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല് എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. മലയാളിയിൽ നിന്ന് കൃഷിയിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്.
അതിനൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കർഷകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ സ്വീകരിക്കേണ്ടിയിരിക്കും. ജനങ്ങളിൽ സ്വാശ്രയശീലം വളർത്തുന്നതിന് തീർച്ചയായിട്ടും കൃഷി പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ കൈത്തൊഴിൽ, വ്യവസായം, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ ഒരു നിർദ്ദേശം നൽകി എന്ന് മാത്രവുമല്ല, ഇതിനൊക്കെ മാതൃക കാണിക്കൊണ്ട് വിവിധ ചില തൊഴിൽശാലകളും നെയ്ത്തുശാലകളും ഒക്കെ സമാരംഭിച്ചത് നമുക്കറിയാം. അതുപോലെ തന്നെ കച്ചവടം, നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമൊക്കെ വ്യവസായം അനിവാര്യമാണ്. എട്ടാമതായി നിർദ്ദേശിച്ചത് ശാസ്ത്ര സാങ്കേതിക പരിശീലനമാണ്. ഗുരു നിർദ്ദേശിക്കുന്നത് 1927 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947. അപ്പൊ ഏതാണ്ട് 2 പതിറ്റാണ്ടിന്റെ കാലദൈർഘ്യം ഇത് തമ്മിലുണ്ട്. ഒട്ടേറെ അന്താരാഷ്ട്ര റെക്കോർഡുകൾ ഇന്ത്യക്ക് സ്വന്തമാണ്. 92ാമത് ശാസ്ത്ര സാങ്കേതിക സമ്മേളനം വർഷം തോറും നടത്തി വരുന്ന ഒരു സമ്മേളനം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത് ആദ്യത്തേതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങൾ എക്കാലത്തും പ്രസക്തിയുള്ളതാണ്. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അതിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്നു. ആ കാലയളവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രയോജനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് ഇന്ത്യയും ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ശക്തിയായി മാറേണ്ടതുണ്ട്. എല്ലാവർക്കും സമ്പദ്സമൃദ്ധവും സമാധാനപൂർണവുമായ 92ാമത് ശിവഗിരി തീർത്ഥാടന ആശംസകളും നവോത്സര ആശംസകളും നേരുന്നു. നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം തത്സമയ സംപ്രേക്ഷണം ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ വിസ്മയ ന്യൂസ് യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക്. തത്സമയ സംപ്രേക്ഷണത്തിനൊപ്പം പ്രധാന പരിപാടികളുടെ സമ്പൂർണ്ണ വാർത്താ വിവരണങ്ങളും വിസ്മയ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു.